ട്രിപ്പിളും ശാന്തി. ചന്ദ്ര പ്രശ്നം കഴിഞ്ഞ് നക്ഷത്ര പ്രശ്നത്തിലേക്ക് എത്തി. ഇതുണ്ട് ബേക്കിലായിട്ട് നക്ഷത്രം കാണുന്ന സമയം ഇപ്പൊ ഏകദേശം 6 മണി ആയിട്ടോ. പക്ഷെ നക്ഷത്രം തിളങ്ങുന്നുണ്ട്. എന്താ കളറ്? വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. നക്ഷത്രമാണോ ഭംഗി, അത് തന്നെ കാണാനാണോ ഭംഗി? തെങ്ങാണോ ഭംഗി, അത് തന്നെ കാണാനാണോ ഭംഗി? ശരിക്കും നമ്മളെ തിരിച്ചറിയണില്ല. ഈ തെങ്ങും നക്ഷത്രവും ഭൂമി കറക്കും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണ മനുഷ്യന്റെ ഉള്ളില് ഇതൊക്കെ സംഗമിപ്പിച്ച് വെച്ചിട്ടില്ലേ ബാബ? പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരം. അത് ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ച് അണിയിച്ചെടുക്കുന്നു. ഞാൻ എൻ്റെ ഒരു രീതിക്കനുസരിച്ച് എൻ്റെ ബോഡി ഈ കാര്യത്തിന് വേണ്ടിയിട്ടായാലും ശരി, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അതാത് സമയത്ത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതില് ഞാൻ എന്തെല്ലാം കാര്യങ്ങള് കൃത്രിമമാക്കിയിട്ടുണ്ട്. കൃത്രിമമാക്കി കാരണം മുടി കുറച്ച് വളർത്തണോണ്ട് വേണ്ട ഈ സാധനം ഒന്ന് വയ്ക്കും. ഏകദേശം മുടി ഇങ്ങോട്ട് മുഖത്തേക്ക് വീഴാതിരിക്കും. അതെപ്പോഴും ഇല്ല, അല്ലെങ്കിൽ തൊപ്പി ഉപയോഗിക്കും. ബാക്കി താടി വളർത്താനുള്ളൊരു പൂതി ഉള്ളതുകൊണ്ട്, മീശ വളർത്താനുള്ളൊരു പൂതി ഉള്ളതുകൊണ്ട് അതങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അത് ആഗ്രഹമാണ്. ഈ ആഗ്രഹം എനിക്ക് സത്യത്തിൽ പോയി ചെയ്യാൻ പറ്റുമോ? ത്രേതായുഗത്തിൽ പോയി ചെയ്യാൻ പറ്റുമോ? ദ്വാപര കലിയുഗത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ ഒരു സംസ്കാരം തന്നെ ആയിരിക്കും താടി വളർത്തല്, മീശ വളർത്തല്. താടിയുള്ളപ്പനെ പേടിയുണ്ടെന്നല്ലേ, അപ്പൊ ഇച്ചിരി പേടിച്ചിരുന്നോട്ടെ. അങ്ങനെ വളർത്തുന്നതാണ് ഈ താടി. മീശ പിന്നെ ആവശ്യത്തിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാനും അതുപോലെ സംസാരിക്കാനും പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം. പിരികം ചിലര് ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ കട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വളരും. ഇതിപ്പോ സത്യം പറഞ്ഞാല് വളർന്ന് ഇടയ്ക്ക് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മളത് ചെയ്യണമെന്നില്ല. അത് കറക്റ്റായിട്ട് ഒന്നുകൊണ്ടൊതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നു. ഈ സാധനം നന്നായിട്ട് നോക്കണം. തൊടേണ്ട ആവശ്യമില്ല. ഒരു മെറ്റൽ കൊണ്ട് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. കൺപീലി തൊടുക തന്നെ റിസ്ക് ആണ് താനും. അത് കറക്റ്റ്, അത് മൂപ്പര് ചെയ്തോളും. പ്രകൃതി ബാക്കിയുള്ളതും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കയറി ഇടപെട്ടപ്പോഴാണ് അവരുടേതായ രീതിയിലേക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി, താടി, ഇതിന്റെ ഒരു ഫ്രീഡത്തിന് വിട്ട് കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ നിൽക്കും. അതിന് നമ്മൾ കൂടുതൽ കിടന്ന് കളിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ്. എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിവാണ്. എപ്പോഴും നമ്മൾ മുടി വെട്ടാൻ തുടങ്ങി. അതെ, വീട്ടില് ആളുകൾ നമ്മള് ചെറുപ്പം മുതൽ മുടി വെട്ടിച്ച് താടി വെളുപ്പിച്ച് അങ്ങനെ ഓരോരോ സമയത്തുമ്പോ ചെയ്തു. ഇവിടെ ചന്ദ്രപ്രശ്നം ഉണ്ട് കേട്ടോ. ചന്ദ്രനുണ്ട് അവിടെ. അത് അതിന്റെ ഭാഗത്ത് ബാബ പറയുന്നുണ്ട്, എത്ര കിരീടമാണ് സത്യയുഗത്തില്? ഒന്ന് സാധാരണ കിരീടം, അത് കൂടാതെ പ്രകാശ കിരീടം. അപ്പൊ പ്രകാശ കിരീടം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊരു അയാളുടെ കുറച്ച്, പക്ഷെ നന്നായിട്ട് ചെയ്ത വ്യക്തിക്ക്, ഇവിടെ സംഗമയുഗത്തിൽ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്ത വ്യക്തികൾക്ക് പ്രകാശിച്ചിരി കൂടുതലായിരിക്കും. എല്ലാവർക്കും ഒരേ അവസ്ഥയാണ്. ഒരേ അവസ്ഥ തന്നെ എല്ലാ സമ്പന്നതയുണ്ട്. ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവ്, അങ്ങനെ ഉണ്ട്. അത് ഉത്തമം, മധ്യമം, കനിഷ്ഠം, ആ രീതിയിലുണ്ടാവും. ഇതിൻ്റെയൊക്കെ ആധാരം ഇവിടുത്തെ ഈ ഒരു ജ്ഞാനത്തെ ഏത് കണ്ട് യൂട്ടിലൈസ് ചെയ്ത് ബാബയെ ഓർമ്മിച്ചു. അതാണ്, വേറൊന്നുമില്ല. ബാബയെ ഇത്ര സമയം കൊണ്ട് ഈ സംഗമയുഗത്തില് തോൽവിയൊക്കെ ഉണ്ടാവും. കാരണം 63 ജന്മമാണ്. ഓരോരുത്തർ അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തോൽവിയൊക്കെ കഴിഞ്ഞിട്ട് പരാജയങ്ങള്, വിജയങ്ങള്, ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രഹ്മാവ് ഒറ്റയടിക്ക് വിജയിച്ചിട്ടില്ല, മമ്മ ഒറ്റയടിക്ക് വിജയിച്ചിട്ടില്ല. മമ്മ പിന്നെയും വിജയിച്ചു. കാരണം മമ്മയ്ക്ക് പിന്നെയും കുറച്ചും കൂടെ സപ്പോർട്ടായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ റിസ്ക് എടുക്കേണ്ടതല്ല. പക്ഷെ ബ്രഹ്മാവിന് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നു.
വിജയിച്ചു. നമ്മൾ ഓരോരുത്തരും കോപ്പി അടിച്ചെന്ന് വെച്ചാലും ബ്രഹ്മാവിനെ പോലെ വിജയിക്കാൻ പറ്റില്ല. എന്നാലും 9 ലക്ഷത്തിലെ കൃഷ്ണന്മാര്, 4.5 ലക്ഷത്തിലെ രാധയായിട്ടും 4.5 ലക്ഷം കൃഷ്ണനായിട്ടും ഏത് വിധത്തിലും അത് അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് ആയിത്തീരാനുള്ള ഒരേ ഒരു സമയം ഇപ്പോഴാണ്. അതിന്റെ ഒരേ ഒരു ആധാരം ബിന്ദു. ഇതിന്റെ ആ മുകളിൽ കാണുന്ന നക്ഷത്ര ബിന്ദു അതല്ല, ഇപ്പൊ പോയില്ലേ. ഇപ്പൊ കാരണം എന്താ വെച്ചാല് സൂര്യൻ ഇങ്ങനെ പ്രകാശപൂരിതമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതിന്റെ പ്രഭാവം മറ്റു നക്ഷത്രങ്ങളെ കാണാത്ത വിധത്തിലാകും. സംഗതി കുറച്ചും കൂടെ നേരത്തെ വന്ന് ഇങ്ങനെ ഞെരുക്കണം. കഴിഞ്ഞില്ലേ, കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും കാണുന്നില്ല. ഇന്നൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അതിന്റെ സ്ഥാനത്ത് തന്നെ അത് നിൽക്കുന്നുണ്ട്. സൂര്യന് അതിനെ മാറ്റാൻ പറ്റില്ല. കാരണം സൂര്യനെക്കോളം വലിയ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അകലെ നിന്നും വരുന്ന നക്ഷത്രത്തിന്റെ പ്രകാശം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അനുമാനങ്ങളാണ്. കോടിക്കണക്കിന് പ്രകാശ വർഷം ഉണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ ഈ സാകാര ലോകത്തില് പല കാര്യങ്ങളും ക്രിസ്ത്യൻസ് പറഞ്ഞിട്ട സംഭവങ്ങളാണ്. അപ്പൊ അതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. അപ്പോ ചില കാര്യങ്ങൾ കളവ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സയന്റിഫിക്കലി പല കാര്യങ്ങളും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ വ്യക്തമായ പ്രൂഫ് കൊടുത്ത് വ്യക്തമായ പ്രൂഫ് വെച്ചിട്ട് പല വിധത്തിലും അതിനൊക്കെ താളം തെറ്റിക്കുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രനില് മനുഷ്യൻ ആദ്യമായി ഇറങ്ങി, അതിന്റെ കുറെ കാര്യങ്ങൾ ഇന്നും അത് ശരിയാണെന്നും ശരിയല്ലെന്നും പറഞ്ഞ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ആയതുകൊണ്ട് ഒരു 9 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നമ്മുടെ ഒരു ഇന്ത്യൻ വംശജയും അതുപോലെ ബാക്കിയുള്ള ഒരു വിദേശിയും അവരുടെ അവിടുത്തെ 9 മാസത്തെ ജീവിത രീതി പല വിധത്തിലായിട്ട് ഇതിട്ടിട്ട് നമുക്ക് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. അത് പല വീഡിയോസുകൾ വഴി അതുപോലെ അവരുടെ ബ്ലോഗുകൾ വഴിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ മനുഷ്യന്റെ പുനർജന്മം, കഴിഞ്ഞ ജന്മം കഴിഞ്ഞ് ഈ ജന്മത്തിലേക്ക് വരുന്ന ഈ ഒരു കാര്യം പലർക്കും അങ്ങോട്ട് പിടികിട്ടുക. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭഗവാൻ ഇതിപ്പോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ പുനർജന്മം കണ്ടിട്ടില്ല. ഇത് കാണുന്ന BK ആണെങ്കിൽ BKസും പുനർജന്മം കണ്ടിട്ടില്ല. ആരൊക്കെ ആയിരുന്നു, അതിനിപ്പോ ഏത് വ്യക്തികളായാലും ഇത് കണ്ടിട്ടില്ല. പക്ഷെ അതുണ്ട് എന്ന ഒരു വിശ്വാസം. കാണാത്തൊരു സംഭവം ആത്മാവ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആത്മാവിന് ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല. കാരണം ഈ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. പക്ഷെ ബാബയുടെ അനുഭവം, അത് ബാബയുമായിട്ടുള്ള നമ്മുടെ ആ റിയൽ സമ്പർക്കത്തിന്റെ ആധാരത്തിലാണ് അനുഭവം കിട്ടുക. ഗോപഗോപികമാരോട് അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണനോട് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളിപ്പോ നേരെ ദേവത ആവണില്ല. അതിന് ഉത്തമത്തിലായാലും മധ്യമത്തിലായാലും കനിഷ്ഠത്തിലായാലും നേരെ ആവണില്ല. അത് ഞാനായാലും ശരി ആരായാലും ശരി ദേവത ആവണില്ല. ഈ ബ്രാഹ്മണൻ നിന്നും വീണ്ടും ഒരു ഇതും കൂടെ നടക്കുന്ന പ്രക്രിയ ഫരിസ്ത ആവണം. അതായത് പാരിസ്ഥാനിലേക്ക് പോകാനുള്ള രീതിയിലുള്ള പ്രകാശം ഫുള്ള് വിടണം, എല്ലാത്തിനെയും വിടണം. 75% വിട്ടാൽ മതി, ബാക്കി 25% അച്ഛൻ റെഡി ആക്കി തരും. ബാബ 75% വിടൂ. ഓരോരോ സംഭവങ്ങൾ. ഇപ്പൊ ബ്രഹ്മകുമാരീസിലെ വലിയൊരു പദവിയിലൊക്കെയാണ്, വിടൂ. വലിയ പദവിയൊന്നും അവിടേക്ക് ഒന്നും നടക്കില്ല. അവിടേക്ക് ആകെ എടുക്കുന്ന ബാബ 3 ശബ്ദം. ഈ 3 ശബ്ദത്തിന്റെ ആധാരത്തിലാണ് ബ്രഹ്മാവ് പാസ്സായിട്ടുള്ളത്. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ആ അവസ്ഥയിലേക്ക് എത്തണം. ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിന്റെ ഡ്രാമയില്
പാർട്ടുകൾ എങ്ങനെയായിരുന്നു, അത്രയ്ക്ക് പ്രയാസമൊന്നും ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. ബ്രഹ്മാവ് അനുഭവിച്ച അത്ര പ്രയാസം ഇനി വേറെ ആരും അനുഭവിക്കാനും പോണില്ല. ട്രിപ്പിൾ ഓം ശാന്തി.